ഇന്ധന വിലകളിൽ സ്ഥിരത പുലർത്തി നിൽക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിൽ അപ്രതീക്ഷിതമായി ഉയർന്ന വില വർധനവ് ജനങ്ങളിൽ ആശങ്കയുയർത്തുകയാണ്. ആഗോള എണ്ണ വിപണിയിലെ അനിശ്ചിതത്വവും പശ്ചിമേഷ്യയിലെ സംഘർഷവും തുടരുന്നതിനിടെ സ്വകാര്യ ഇന്ധന റീറ്റെയിലറായ നയാര എനർജിയുടെ വില വർധനവ് വിപണിക്ക് മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ നിയന്ത്രിത കമ്പനികൾ വില പിടിച്ചു നിർത്തുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഇന്ധന വിലകളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന റീറ്റെയിലർമാരായ നയാര പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയതോടെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് ലിറ്ററിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ പങ്കാളിത്തമുള്ള കമ്പനിയാണ് നയാര എനർജി. പൊതുമേഖലാ എണ്ണ കമ്പനികളും മറ്റ് സ്വകാര്യ കമ്പനികളും സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം വരുത്താതെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നയാരയുടെ ഇരുട്ടടി. ഇതോടെ മറ്റ് കമ്പനികളും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടുമോ എന്ന ആശങ്കയും അഭ്യൂഹങ്ങളും സജീവമാണ്. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമില്ലെന്ന് എണ്ണ കമ്പനികളും വ്യക്തമാക്കുന്നു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്ക ഉൾപ്പെടെ 95 രാജ്യങ്ങൾ ഇന്ധനവില കൂട്ടിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ സംഭരണവും റഷ്യൻ ഓയിൽ ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ വില കൂട്ടാതെ പിടിച്ചുനിന്നത്. അസം, വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് ഇന്ത്യ വില കൂട്ടാതെ പിടിച്ചു നിൽക്കുന്നതിന് പിന്നിലെ മുഖ്യ കാരണം. ഇന്ധനവില കൂട്ടിയാൽ കേന്ദ്ര സർക്കാരിനെതിരായ വികാരമായി ഇത് മാറാൻ സാധ്യതയും ഏറെയാണ്. അതേസമയം ലോക വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് നയാരയുടെ വില വർധനവയ്ക്ക് പിന്നാലെ ഉയരുന്നത്. നയാരയ്ക്ക് മുൻപ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പ്രീമിയം പെട്രോൾ നിരക്ക് ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. മാർച്ച് 20 വെള്ളിയാഴ്ച മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വന്നു. എന്നാൽ നിരക്ക് വർധനയ്ക്ക് പിന്നിലെ കാരണം എന്തെന്ന് കമ്പനി വ്യക്തമാക്കിയതുമില്ല. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവ് ലോജിസ്റ്റിക്സ് ചിലവുകൾ ഉയർത്തിയതാണ് കമ്പനികൾ വില വർധനവ് വരുത്തിയതിന് കാരണമെന്നാണ് വിലയിരുത്തുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ഇന്ധനവില കൂട്ടേണ്ടി വരുമെന്നാണ് വിപണി നിരീക്ഷകർ കരുതുന്നത്.